കുവൈറ്റിലെ അഹമ്മദി റിഫൈനറിയിൽ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. മിന അൽ അഹമ്മദി റിഫൈനറിയിലെ നിരവധി യൂണിറ്റുകളിൽ തീപിടുത്തമുണ്ടായതായി കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ അറിയിച്ചു. അടിയന്തര സംഘങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുകയാണ്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. പരിസ്ഥിതി ആഘാതമൊന്നും ഉണ്ടായിട്ടില്ലെന്നും പ്രവർത്തനങ്ങൾ സാധാരണ നിലയിൽ തുടരുന്നതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സലീം കോട്ടയിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സലീം, തീപിടുത്തം ഏതെങ്കിലും വിധത്തിൽ നിയന്ത്രിക്കാനായോ? എന്താണ് തൽസ്ഥിതി? വിനിഷ, ഇന്ന് പുലർച്ചെയോടെയാണ് അഹമ്മദി റിഫൈനറിയിൽ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായതായി കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ അറിയിച്ചത്. മിന അൽ അഹമ്മദി റിഫൈനറിയിലെ നിരവധി യൂണിറ്റുകളിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് അടക്കമുള്ള അടിയന്തര സംഘങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെയാണ് ഇന്ന് പുലർച്ചെ തന്നെ ഇറാനിയൻ ആക്രമണത്തെ തുടർന്ന് വൈദ്യുതി ഉൽപാദന ജലശുദ്ധീകരണ കേന്ദ്രങ്ങളിലും ആക്രമണം ഉണ്ടായതായി വൈദ്യുതി ജലമന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കേന്ദ്രങ്ങൾക്ക് ചില സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. സാങ്കേതിക സംഘവും അടിയന്തര സംഘങ്ങളും ഉടൻ ഇടപെട്ട് സേവനങ്ങളുടെ തുടർച്ച ഉറപ്പാക്കുവാനുള്ള നടപടി മാർഗങ്ങൾ ആരംഭിച്ചതായി മന്ത്രാലയ വക്താവ് ഔദ്യോഗികമായി അറിയിച്ചു. വിനിഷ, സലീം കോട്ടയിലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.